ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോസ്കോപ്പിനെ കുറിച്ചായിരുന്നു. സെല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്കവറിംഗ് ഓഫ് സെൽസ്. സെല്ലിനെ എങ്ങനെയാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ആരാണ് കണ്ടെത്തിയത്, അതിന്റെ കുറച്ച് ഡെവലപ്മെന്റ്, സെല്ലിനകത്ത് എന്തൊക്കെയാണുള്ളത്, സെല്ലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്കൻഡ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സെല്ലിനെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു സെല്ലിനെ കണ്ടെത്തിയത്. അദ്ദേഹം ഒരു കോർക്കിന്റെ പീസ് വെച്ച് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് നോക്കിയപ്പോൾ അതിൽ നിറച്ച അറകളായിട്ട് ചെറിയ അറകളായിട്ടുള്ള പാർട്സിനെ കണ്ടെത്തുകയും അതിനെ സെൽ എന്ന് അദ്ദേഹം പേര് കൊടുക്കുകയും ചെയ്തു. അതാണ് സെല്ലിന്റെ കണ്ടെത്തൽ. 1665 റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത്. റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ സെല്ലിന്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് സെല്ലിനെ കണ്ടെത്തിയത്. അതിനുശേഷം ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുകയും ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബയോളജിയിൽ ഒരു ബ്രാഞ്ച് തന്നെ സെല്ലിനെ പറ്റി ഉള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. സ്റ്റഡി ഓഫ് സെൽസ് ഇറ്റ്സ് കോൾഡ് സെൽ ബയോളജി. സെൽ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ആയിട്ട് വന്നു. ഓക്കെ, അതിനുശേഷം 1831 ആയപ്പോഴേക്കും സെല്ലിന്റെ സെന്റർ കൂളിയസ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കണ്ടെത്തി. അത് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ കണ്ടെത്തി 1831 ആയപ്പോഴേക്കും. അത് കുറച്ചുകൂടെ ഒരു പുതിയ ഒരു മാറ്റത്തിലേക്ക് വഴിതെളിച്ചു സെല്ലിന്റെ കണ്ടെത്തൽ. അപ്പോൾ റോബർട്ട് ഹുക്ക് 1665 സെല്ലിനെ കണ്ടെത്തി. 1831 ആയപ്പോഴേക്കും ആരാണ്? റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ കണ്ടെത്തി. ഓക്കെ, റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ കണ്ടെത്തി. അതിനുശേഷം MJ സ്ലീഡൻ 1838 ആയപ്പോഴേക്കും MJ സ്ലീഡൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ പ്രൊപ്പോസ് ദാറ്റ് എന്താണ്, ഓൾ പ്ലാന്റ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ. പ്ലാന്റിന്റെ ബോഡി, ഓക്കെ, ചെടികളിലെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ബോഡിയെല്ലാം സെൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി. ആരാണ്? MJ സ്ലീഡൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. പിന്നീട് തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് പ്രപ്പോസ് ചെയ്തു? ആനിമൽ ബോഡീസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. ആനിമൽ ബോഡി എന്തുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്? സെൽ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തി. ഓക്കെ, അതിനുശേഷം വിർച്ചോവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1858 ആയപ്പോഴേക്കും അദ്ദേഹം കണ്ടെത്തിയത് ഓൾ സെൽസ് ആർ റൈസിംഗ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് തന്നെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടുത്തം അദ്ദേഹം നടത്തി. അപ്പോൾ ഇതായിരുന്നു അതിന്റെ ഒരു സീക്വൻസ്. ഓക്കെ, അപ്പോൾ റോബർട്ട് ഹുക്ക് സെൽ കണ്ടെത്തി, റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തി, തിയോഡർ ഷ്വാൻ അതുപോലെ MJ സ്ലീഡനും പ്ലാന്റ് ബോഡിയിൽ നിന്നും അനിമൽ ബോഡിയിൽ നിന്നും സെൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ഒരു കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് തിയോഡർ ഷ്വാൻ അതുപോലെ MJ സ്ലീഡൻ രണ്ടുപേരോടെ ചേർന്ന് സെൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. സെൽ തിയറി. ഓക്കെ, സെൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MJ സ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ രണ്ടുപേരോടെ ചേർന്ന് സെൽ തിയറി എന്ന് പറഞ്ഞ തിയറി ഫോം ചെയ്തു. വളരെ സിമ്പിൾ ആണ്. ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അതാണ് അതിനകത്തെ ഫസ്റ്റ് പോയിന്റ്. ഓൾ ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസവും, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, പ്ലാന്റ് ബോഡിയും അനിമൽ ബോഡിയും എല്ലാം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് സെല്ലാണെന്ന് അദ്ദേഹം ഇവർ രണ്ടുപേരോട് ചേർന്ന് പ്രപ്പോസ് ചെയ്തു. സെൽ തിയറിയിൽ പറഞ്ഞു, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ്. ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസവും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെല്ലാണ് സ്ട്രക്ചറൽ ആൻഡ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ് എന്ന് കണ്ടെത്തി ഇവർ രണ്ടുപേരോട് സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ഇനി സെല്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, സെല്ലിന് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുക. മൂന്നാമത്തെ, സിന്തസൈസ് ബയോമോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുക.
അപ്പം 3 ഫംഗ്ഷനാണല്ലോ. ഒന്ന് റെസിസ്റ്റ് ഫോറിൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്, മൂന്നാമത്തത് സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ഓക്കെ, ഇത് 3മാണ് സെല്ലിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഒരു സെല്ലിന്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സെല്ലിന്റെ ഫിഗറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് എന്ത് സെല്ലാണ്? ഇതൊരു പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ പാർട്സ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് സെല്ലിന്റെ മെയിൻ പാർട്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതിന്റെ പേരുകളെല്ലാം ഒന്ന് വായിക്കാം. ഇതിന്റെ പേരുകൾ ഓർത്തിരിക്കുക. ഇതിന്റെ പേരുകൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മേളിൽ നിന്ന് താഴേക്ക് നമുക്ക് വായിക്കാം. ഒന്ന് ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾ, മൈറ്റോകോൺട്രിയ, സെൽ വാൾ. ഓക്കെ, ഇത്രയും പാർട്സ് ആണ് പ്ലാന്റ് സെല്ലിനകത്ത്. ഇതൊന്ന് വരച്ച് പഠിച്ചോണം. അത് വരച്ച് ഇതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്ത് പഠിച്ചോണം. ഇത്രയും പാർട്സ് ആണ് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്സിന്റെ പേര് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത്രയാണ് ഇതിന്റെ പാർട്സ്. ഒന്ന് ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾ, മൈറ്റോകോൺട്രിയ, അതുപോലെ സെൽ വാൾ. ഇത്രയും പാർട്സ് ആണ് മെയിനായിട്ടും ഈ പ്ലാന്റ് സെല്ലിനകത്ത് ഉള്ളത്. ഓരോന്നിനെയും ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഇതുകൂടാതെ സെല്ലിന്റെ ഓർഗനൽസ് ഉണ്ട്. ആ ഓർഗനൽസിനെ പറ്റി, മെയിൻ ആയിട്ടുള്ള സെൽ ഓർഗനൽസിനെ പറ്റിയും അതിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയുമാണ് നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് കടക്കാനുള്ളത്. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചുകൊള്ളുക. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആനിമൽ സെല്ലിനെ പരിചയപ്പെടാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ഏതായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അറിയണമെന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.